أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. الله العظيم. സൂറത്തു നൂർ 43. അലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ? അന്നല്ലാഹ യുസ്ജി, നിശ്ചയം അല്ലാഹു മന്ദം മന്ദം ചലിപ്പിക്കുന്നുവെന്ന്. അസ്ജ യുസ്ജി എന്ന് പറഞ്ഞാല് യുസ്ജി റായി, ആടുകളെ മന്ദം മന്ദം ചലിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. യുസ്ജി റായി ഇബ്ലഹു എന്ന് പറഞ്ഞാൽ ഭാരം താങ്ങി നടക്കാൻ കഴിയാത്ത ഒട്ടകത്തെ വളരെ മയത്തില് മെല്ലെ മെല്ലെ പ്രോത്സാഹിപ്പിച്ച് നയിക്കുക, അതിനാണ് പറയുക. എന്നതുപോലെ അല്ലാഹു തആല മേഘത്തെ സാവധാനം ചലിപ്പിക്കുന്നു. അല്ലാഹു ചലിപ്പിക്കുന്നു സഹാബൻ, മേഘങ്ങളെ. സുമ്മ യുഅല്ലിഫ് ബൈനഹു, എന്നിട്ട് അവയെ കൂട്ടിയിണക്കുന്നു. അഥവാ മേഘത്തിന്റെ വിവിധ ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. സുമ്മ യജ്അലുഹു റുക്കാമ, പിന്നെ അതിനെ റുക്കാമ് ആക്കുന്നു, അഥവാ കട്ടിമേഘം. റുക്കാമ് ഈ കാറ്റിന് മണല് പാറി വന്ന് ഒരിടത്ത് വീണ് അങ്ങനെ ഒരു കുന്നോളം മണല് ആയിത്തീരുക, ഇതിനൊക്കെയാണ് റുക്കാമ് എന്ന് പറയുക. എന്നതുപോലെ മേഘം പല അംശങ്ങൾ ചേർന്ന് വലിയ കട്ടിമേഘമായിട്ട് മാറുന്നു. ഫതറൽ വദ്ഖ, അപ്പോൾ താങ്കൾക്ക് വദ്ഖിനെ കാണാം. വദ്ഖ് മഴത്തുള്ളിയെ കാണാം. യഖ്റുജു മിൻ ഖിലാലിഹി, അതിന്റെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട്. വയുനസ്സിലു, അവൻ വർഷിക്കുന്നു. മിനസ്സമായി, ആകാശത്ത് നിന്ന്. മിൻ ജിബാലിൻ, അതായത് പർവ്വതങ്ങളിൽ നിന്ന്. ഫീഹ, അതിലുള്ള. മിൻ ബറദിൻ, ആലിപ്പഴമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആലിപ്പഴത്താൽ വർഷിക്കുന്നു. ഫയുസീബു ബിഹി, എന്നിട്ട് അവൻ അത് ബാധിപ്പിക്കുന്നു. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വയസ്രിഫുഹു, അവൻ അതിനെ തിരിച്ചുവിടുന്നു. അൻ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. യക്കാദു സനാ ബർഖിഹി, അതിന്റെ മിന്നൽ പിണർ ആകാറാകുന്നു. യദ്ഹബു, അത് പോക്കുന്നു. ബിൽ അബ്സാർ, കണ്ണുകളെ. യക്കാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, അതിന്റെ മിന്നൽ പിണറുകൾ കണ്ണുകളെ പോക്കാറാകുന്നു, അഥവാ ഇല്ലാതെയാക്കാറാകുന്നു എന്നർത്ഥം. അള്ളാഹുവിനാണ് അധികാരം പ്രപഞ്ചത്തിന്റെ മുഴുവനും. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, അതിന്റെ മുമ്പ് അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഇങ്ങനെ അള്ളാഹുവാണ് സകലം നിയന്ത്രിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി മനുഷ്യൻ നിത്യേന കാണുന്ന ഒരു അനുഭവം ചൂണ്ടിക്കാണിക്കുകയാണ്. ആ അനുഭവത്തിൽ പ്രത്യക്ഷമായി നമുക്ക് ഇവിടുന്ന് കാണുന്നതുണ്ട്, ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങളുമുണ്ട്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ, അല്ലാഹു തആല മേഘങ്ങളെ മന്ദം മന്ദം, ഭാരമേറിയ മേഘങ്ങളെ മന്ദം മന്ദം ചലിപ്പിക്കുന്നത് കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ, ഈ മേഘം വളരെ സാവധാനം സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുക. മേഘത്തിന്റെ സാധാരണഗതിയിൽ നമ്മൾ വിമാനത്തിൻ്റെതുമായി താരതമ്യം ചെയ്താൽ മേഘത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് അതിന്റെ ഭാരം മഴമേഘത്തിന് 500 ടൺ വരെ ഉണ്ടാകും. 1 കിലോമീറ്റർ നീളവും വീതിയുമുള്ള മേഘം, ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ തോന്നുന്ന അത്രയുള്ള മേഘം, അതിന്റെ ഭാരം ഏകദേശം 500 ടൺ വരെയാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 500 ടൺ ഉള്ള ഒരു വിമാനത്തിന് സഞ്ചരിക്കണമെങ്കിൽ അതിവേഗത്തിൽ സഞ്ചരിക്കണം. വിമാനത്തിന് മെല്ലെ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ.
വളരെ വേഗം സഞ്ചരിക്കണം. നല്ല സാവധാനം സഞ്ചരിക്കണമെങ്കിൽ വളരെ ചെറിയ വിമാനമാകാം. പക്ഷെ ഈ 500 ടണ്ണൊക്കെ ഭാരമുള്ള മേഘം വളരെ പതുക്കെ ഇങ്ങനെ പോകുകയാണ്. അതിങ്ങോട്ട് വീഴുന്നില്ല, ഒരൊറ്റ വീഴ്ച. ശരിക്ക് ഗുരുത്വാകർഷണം അനുസരിച്ച് അതിങ്ങോട്ട് വീഴേണ്ടതാണ്. പക്ഷെ അള്ളാഹു താല തന്നെ പറഞ്ഞതുപോലെ വസ്സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിയന്ത്രിച്ച് നിർത്തപ്പെട്ടതാണ് മേഘം. എന്നിട്ട് അതിനെ കാറ്റുമൂലം അതിനെ തള്ളി മെല്ലെ മെല്ലെ ചലിപ്പിക്കുന്നു. സുമ്മ യുഅല്ലിഫു ബൈനഹു, അങ്ങനെ ചെറിയ ചെറിയ മേഘാംശങ്ങൾ ചേർന്ന് വലിയ മേഘമായിട്ട് മാറുന്നു. സുമ്മ യജ്അലുഹു റുക്കാമൻ, പിന്നെ അത് പർവ്വത സമാനമായിട്ട്. അതൊക്കെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമ്മൾ പരന്ന മേഘമാണ് കാണുക. പക്ഷെ ഈ നമ്മൾ കാണുന്ന മേഘം ഭൂമിയിലെ ഒരു പർവ്വതത്തെക്കാൾ ഉയരത്തിൽ മുകളിലോട്ട് നിൽക്കുന്നുണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതാണ് റുക്കാം. അട്ടിയായിട്ട് മേഘമാണ്. സുമ്മ യജ്അലുഹു റുക്കാമൻ. അതൊന്നും ഭൂമിയിൽ നിന്ന് അലം തറ എന്ന് പറഞ്ഞാൽ താങ്കൾ ആലോചിച്ച് നോക്കുന്നില്ല എന്നാണ്. അതിൽ ഭൂമിയിൽ നിന്ന് അന്നുള്ളവർ കാണുന്നതുണ്ട്, പിൽക്കാല ഗവേഷകർ കണ്ടെത്തിയതുമുണ്ട്. അതാണ് റുക്കാമ് മേലോട്ടുണ്ട് എന്നൊക്കെ ഈ പിൽക്കാലത്ത് മനസ്സിലായതാണ്. അന്ന് അതൊന്നും അറിയില്ല. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, താങ്കൾക്ക് കാണാം വദ്ഖ് അഥവാ മഴത്തുള്ളി അതിന്റെ ഇടയിൽ നിന്ന് വരുന്നതായിട്ട്. കാണൂല, ശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാകുന്നതാണ്. ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കുന്നതാണ്. ഈ പർവ്വത സമാനമായ പർവ്വതത്തിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടി അല്പാൽപമായി വന്ന അരുവിയായി മാറുന്നത് പോലെയാണ് ഈ പർവ്വത സമാനമായ അട്ടിമേഘങ്ങളിൽ നിന്ന് അല്പാൽപമായി മഴത്തുള്ളി രൂപപ്പെടുന്നത് എന്നത് അവിടെ പോയി നോക്കിയാലല്ലേ കാണുള്ളൂ. അതൊന്നും ഈ ആയത്തിറങ്ങുന്ന കാണുന്നതല്ല. പരിശുദ്ധ ഖുർആനിന്റെ പിൽക്കാലക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്തു വെച്ച ശാസ്ത്ര മോചിതത്തുകളുടെ ഉദാഹരണമാണ് ഇതൊക്കെ. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദി, ആകാശത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന് അല്ലാഹു തആല ആലിപ്പഴം വർഷിക്കുന്നു. ബറദ് എന്ന് പറഞ്ഞാൽ ഐസ് കട്ടകളാണ്. അതിനാണ് ആലിപ്പഴം എന്നാണ് പറയാ. പഴമല്ല സാധനം, ഐസ് കട്ടയാണ്. ചെറിയ ഐസ് കട്ടകൾ. മഴമേഘം നന്നായി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മഴയുടെ കൂടെയോ അതിന്റെ മുന്നോടിയായിട്ടോ ഒക്കെ പെയ്യുന്ന അതാണ് ആലിപ്പഴ പെയ്ത്ത്. അത് വലിയ കട്ടകൾ വന്ന് വീണാൽ വലിയ ആപത്തുണ്ടാകും. കാറിന്റെ ഗ്ലാസുകളൊക്കെ പൊട്ടിത്തകരുകയൊക്കെ ചെയ്യും, വലിയ ഉണ്ടകൾ വന്ന് വീണിട്ട്. എന്നാൽ ചെറുതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നേരിട്ട് കൊണ്ടാൽ ചെറിയ കല്ല് കൊണ്ടുള്ള ഏറ് കൊള്ളുന്നത് പോലെയൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ പർവ്വത സമാനമായ മേഘങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഐസ് കട്ടകളെ ഭൂമിയിലേക്ക് വർഷിക്കുന്നു. ഫയുസീബു ബിഹി മൻ യശാ, എന്നിട്ട് അത് ആർക്ക് കൊള്ളണമെന്ന് അല്ലാഹു തീരുമാനിച്ചോ അവന് കൊള്ളും. വയസ്രിഫുഹു അമ്മൻ യശാ, ആർക്ക് കൊള്ളാതിരിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചോ അതവന് കൊള്ളും. യക്കാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, ഈ മേഘങ്ങൾ കൂട്ടി ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന മിന്നൽ പിണറുണ്ടല്ലോ, അഥവാ വെള്ളം, തണുപ്പ്, ഐസ് കട്ട, ഇതൊക്കെ ഉള്ള മേഘം കൂട്ടിമുട്ടുമ്പോഴാണ് ഈ സ്പാർക്ക് ഉണ്ടാകുന്നത്. ശരിക്കത് നമ്മുടെ സാധാരണ ചിന്തയിൽ നടക്കാത്ത കാര്യമാണല്ലോ. ഐസ് കട്ട തമ്മിൽ വരച്ചിട്ട് തീ പാറില്ലല്ലോ. പക്ഷെ ഈ മഴമേഘങ്ങൾ കൂട്ടി വരച്ചിട്ട് ഉണ്ടാകുന്നതാണല്ലോ ഇടിയും മിന്നലും. അത് ചെറിയ ചെറിയ സ്പാർക്കൊന്നുമല്ല ഉണ്ടാകുന്നത്. കണ്ണ് പോകാറാകും. അതിന് മാത്രം കണ്ണഞ്ചിപ്പോകും എന്നർത്ഥം. അതിന് മാത്രമുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നു. എന്തിനാണ് പറയുന്നത്? വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അല്ലാഹു തആല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഭൗതികന്മാര് പറയുന്നത് ഇതൊക്കെ ഒരു യാദൃശ്ചിക പ്രതിഭാസമാണ് എന്നാണ്. എങ്ങനെയാണ് സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ, 10,000 കൊല്ലമായി മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുന്നത്. അത് കൃത്യമായ ഒരു പാറ്റേണിലാണ്. ഒരു കാലത്ത് മഴ പെയ്യും, അല്ലെങ്കിൽ മേഘം വന്നാൽ മഴ പെയ്യും, മേഘം വരും. അങ്ങനെ യാദൃശ്ചികമായാണെങ്കിൽ എന്തും സംഭവിക്കാലോ. അങ്ങനെയില്ല. അതുപോലെ തന്നെ ബഹുദൈവാരാധകർ അത് പല ദൈവങ്ങളുടെയും കാരുണ്യമായിട്ടും അവരുടെ സ്വാധീനമായിട്ടും അവരുടെ വേലയുടെ അന്ന്, അവരുടെ ഉത്സവത്തിന്റെ അന്ന് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്, കെട്ടിച്ചമക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇല്ലാത്തിടത്തും അത്യുന്നതങ്ങളിലെ ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്നുണ്ട്. ഈ ദൈവങ്ങൾക്കൊന്നും റേഞ്ച് ഇല്ലാത്തിടത്തും മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ
നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ ബഹുദൈവാരാധകർക്കോ ഒരു നിലക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വാദിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് മനുഷ്യൻ നിരന്തരം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തെളിയിക്കുന്നത് ഇതിനൊരു സൃഷ്ടാവുണ്ട്, ഇതിനൊരു ആസൂത്രകനുണ്ട്, അതിനൊരു നിയന്താവുണ്ട്. അതിനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വളരെ സമർത്ഥമായി എല്ലാ കഴിവിന്റെയും എല്ലാ അറിവിന്റെയും അടിസ്ഥാനത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ തന്നെ നിനക്ക് കാണാം എന്നാണ് ഖുർആനിന്റെ വായനക്കാരനോട് അള്ളാഹു താല പറയുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും അള്ളാഹു ഇതൊക്കെ നിയന്ത്രിക്കുന്നവനാണ് എന്നും ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളത് സർവശക്തനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവാണ് എന്നും. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഈ പെയ്യുന്ന മഴയെ ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ ഒരാൾക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് എത്ര ശാസ്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നുവോ അത്രയേറെ ഈ പറഞ്ഞത് കൂടുതൽ മനസ്സിലാകും. അള്ളാഹുവിനെ കൂടുതൽ അറിയാൻ കഴിയും. അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവവും അവന്റെ കരുത്തും അവന്റെ ആസൂത്രണ മികവും ഒക്കെ കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റുകയാണ്. കൂടുതൽ അറിയുമ്പോൾ സംഭവിക്കുക എന്നർത്ഥം. അള്ളാഹു അവനെ അവന്റെ ആയത്തുകളിലൂടെ അറിയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.